ഇന്നലെ രാത്രി മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇക്കാനോട് ഫോണും വിളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയത്തിയുടെയും അനിയന്റെയും എൻ്റെ ഉമ്മാന്റെ ഒക്കെ ഒരു സർപ്രൈസ് എൻട്രി. അവളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. അപ്പൊ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൊണ്ടിട്ട് ഡിന്നറിനൊന്ന് ഒത്തുകൂടാന്ന് വിചാരിച്ചിട്ടാണ് അവൾ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഒരു ലഡു ആദ്യം എടുത്ത് കഴിക്കാന്ന് വിചാരിച്ചു, പക്ഷെ എടുത്തിട്ട് അവിടെ തന്നെ വെച്ചുട്ടോ. ഇനിയിപ്പോ വയറ് ഫുള്ളാക്കാൻ പോവല്ലേ, എന്തിന് ലഡു വന്നിട്ട് കഴിക്കാലോ. ഞങ്ങൾ ഫാമിലി എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല, ഇതിൽ ഇൻകംപ്ലീറ്റ് ആണ് കേട്ടോ. കുറച്ച് പേരൊക്കെ എൻ്റെ ഉപ്പയും അനിയനും എൻ്റെ ഇക്കയും ഒന്നും ഇവിടെ ഇല്ല, അവരെല്ലാവരും പുറത്താണ്. അതല്ലേലും എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ, എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആവും മിക്കവാറും. ഒരാളുണ്ടാകുമ്പോൾ മറ്റൊരാളുണ്ടാവില്ല. ഒരു ഫാമിലി ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ എത്ര വർഷമായി എന്നറിയോ. ഇതാണ് കേട്ടോ ഞങ്ങൾ 3 പേരും, ഞങ്ങൾ 3 പെണ്ണുങ്ങളും ഒരാളുമാണ് ഞങ്ങളെ വീട്ടിലുള്ളത്. ആ നടുവിൽ നിൽക്കുന്ന ആളുടെയാണ് വെഡിങ് ആനിവേഴ്സറി. അത് പിന്നെ അവളുടെ മോളാണ് കേട്ടോ, നിഹമോള്. പിന്നെ എൻ്റെ മോള് നെയ്സമോള്. അപ്പൊ നിഹമോളും നെയ്സമോളും എപ്പോഴും ആ പേര് തമ്മിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മാറിപ്പോകട്ടോ. ഒരുപോലുള്ള പേരായതുകൊണ്ടാ തോന്നുന്നു മിക്ക ടൈമിലും അവരൊരുമിച്ചുണ്ടെങ്കിൽ അങ്ങനെ നാവില് വരുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് പിന്നെ ഒരു നീണ്ട കാത്തിരിപ്പാണ്. ആ ടൈമിൽ എല്ലാവരും വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിരുന്നു. നിഹമോൾക്ക് ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോൾ അവൾക്ക് ചെറിയൊരു ചമ്മലുണ്ട് കേട്ടോ. ആള് നല്ല ആക്റ്റീവാണ് കേട്ടോ, നന്നായി ഡാൻസ് ഒക്കെ കളിക്കും. പക്ഷെ യൂട്യൂബ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ചെറിയൊരു ചമ്മൽ. ഷാനുനും വൈസുനും പിന്നെ അത് ശീലാണല്ലോ, നോ പ്രോബ്ലം. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് വന്നു, ഗ്ലാസ് വന്നു, വെള്ളം വന്നു. ഇനിയിപ്പോൾ ഫുഡ് എപ്പോഴാണോ വരിക. അങ്ങനെ ഫുഡും വന്നു. അപ്പൊ ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിണ്ടാൻ പാടില്ല എന്നല്ലേ, അപ്പൊ ഇനി മിണ്ടണില്ല. അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് വെച്ചുതരാം, അതും കേട്ടിട്ടിരുന്നു. കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇനി നേരെ വീട്ടിലേക്ക്. അപ്പൊ നല്ലൊരു രാത്രി ആയിരുന്നു കേട്ടോ അന്ന്. ഒരുപാട് തമാശ പറഞ്ഞു ചിരിച്ചും കളിച്ചും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒന്നൊത്തുകൂടിയ ഒരു അടിപൊളി ദിവസം. അങ്ങനെ എന്നെ വീട്ടിലാക്കി തന്നിട്ട് അവരെല്ലാവരും തിരിച്ചുപോയി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വ്ളോഗ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.